ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ദും ദുർഗായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 21-ാം അധ്യായം വിവാഹനിശ്ചയം. വ്യാസൻ: സുബാഹു മകൾ തൻ യുക്തിസഹമീ വാക്കു കേൾക്കയാൽ പൂണ്ടു ചിന്താപരത്വം ഞാനിനി എന്തിങ്ങു ചെയ്വതും. രാജാക്കന്മാർ വന്നു സേനാപരിവാരങ്ങളൊത്തിതാ മഞ്ചങ്ങളിലിരിപ്പായി ശക്തന്മാർ പോർ കൊതിക്കുവോർ. വരുന്നില്ലിങ്ങു മകളെന്നെങ്ങാനവരോടോതുകിൽ കോപാകുലന്മാരായെന്നെ ഹനിക്കും ദുഷ്ടബുദ്ധികൾ. എനിക്കില്ലതുപോൽ സൈന്യബലമോ ദുർഗശക്തിയോ എന്തോതീ നൃപന്മാരെ പിന്തിരിപ്പിച്ചിടേണ്ടു ഞാൻ. സുദർശനൻ നിസ്സഹായൻ നിർധനൻ ബാലനേകനും ചെയ്യേണ്ടതെന്തീ അഴലിൻ ആഴിയിൽ പെട്ടൊരീവൻ. ഏവം ചിന്താപരൻ ഭൂപൻ നൃപസന്നിധി പുക്കുടൻ കുമ്പിട്ടു ചൊന്നാനവരോടേവം വിനയനമ്രനായി. ഞാനും അമ്മയുമെന്തൊക്കെ പ്രേരിപ്പിച്ചിട്ടുമെൻ മകൾ എന്തു ചെയ്വൂ നൃപന്മാരെ പോരുന്നില്ലിങ്ങു സർവഥാ. നിങ്ങൾ തൻ ദാസനാമീ ഞാൻ സാഷ്ടാംഗം വീണു കൂപ്പിടാം. സത്കാരം സ്വീകരിച്ചിന്നു പോയാലും സ്വഗൃഹങ്ങളിൽ. രത്നങ്ങളെണ്ണമറ്റേകാം വസ്ത്രം ഗജരഥാദിയും ദയ ചെയ്തൊക്കെയും വാങ്ങിപ്പോയാലും സദനങ്ങളിൽ. അദീനയല്ല കുഞ്ഞിങ്ങു ദുഃഖിപ്പിച്ചാൽ മരിച്ചുപോം. അതോ വൻ ദുഃഖമായി തീരും ഏവമിന്നു കുഴങ്ങി ഞാൻ. തേജസ്സേറും നിങ്ങൾ ഭാഗ്യവാന്മാരലിവുമുറ്റിയോർ കുരുത്തം കെട്ടൊരീ ഭാഗ്യഹീനയാലെന്തുവാൻ ഗുണം. അനുഗ്രഹിക്കണം നിങ്ങൾക്കടിമ ഞാൻ സദാ. മകളെപ്പോലെൻ മകളെ കണക്കാക്കുവിനേവരും. വ്യാസൻ: ഇതെല്ലാം കേട്ടുമേതാൻ പേർ മിണ്ടിയില്ല നൃപാലരിൽ യുധാജിത്തോതിരോക്ഷത്താൽ തഥാ ചെങ്ങിയ കണ്ണുമായി. നാണം കൂടാതിത്രയും ചെയ്തെന്തിങ്ങോതുന്നു മൂർഖനായി. എമ്മട്ടു നീ നിശ്ചയിച്ചു തീർപ്പില്ലാതീ സ്വയംവരം. സ്വയംവരത്തിനു ഭവാൻ ക്ഷണിച്ചെത്തിയൊരീ നൃപർ മടങ്ങിപ്പോകുവാൻ മാത്രമായിട്ടിങ്ങോട്ടു വന്നതോ. ഈ മന്നവന്മാരെയെല്ലാം അവമാനിച്ചു പുത്രിയെ സുദർശനന്നേകുകയോ നീതികേടെന്തിതിൽ പരം. ശുഭമിച്ചിപ്പൊരാമർത്യൻ നല്ലപോൽ ചിന്ത ചെയ്തു താൻ ആരംഭിപ്പൂ കാര്യമേതും. വിദ്വാൻ നീ ചെയ്തതില്ലതും. സേനാവാഹന സന്നദ്ധരാമീ മന്നരെ വിട്ടു നീ സുദർശനൻ തന്നെ വരനാക്കാനെന്തേ കൊതിപ്പതും. ഹനിപ്പൻ പാപിയാം നിന്നെ പിന്നീടാ നൃപബാലനെ ദൗഹിത്രന്നേകുവൻ നിന്റെ കന്യയെ പിന്നെ നിശ്ചയം. ഞാനിരിക്കെ ധൈര്യമാർക്ക കന്യയെ കൊണ്ടുപോകുവാൻ. ആരസുദർശനൻ പിന്നെ നിർധനൻ ദുർബലൻ ശിശു. ഭരദ്വാജനെയോർത്തന്നു വിട്ടാനവനെ ഞാൻ വൃഥാ. ഇനിയച്ചെക്കനെ ജീവിച്ചിരിക്കാനായി വിടില്ല ഞാൻ. നിൻ പത്നിയും മകളുമായതിനാൽ ചർച്ച ചെയ്തു നീ ദൗഹിത്രനു കൊടുത്താലും സുബ്രുവാമിഷ്ടപുത്രിയെ. മനോജ്ഞയാം നിൻ മകളെ ഏകിയൻ ബന്ധുവാക നീ. ഉയർന്നോരോടിണങ്ങേണം ഉത്കർഷേച്ഛുക്കൾ സർവദാ. നാടും തുണയുമില്ലാത്തൊരിവന്നു തവ പുത്രിയെ പ്രാണതുല്യയെ നൽകിയിട്ടു സുഖമെന്തുള്ളു നേടുവാൻ. കുലം ധനം ബലം രൂപം രാജ്യം കോട്ട സുഹൃജ്ജനം ഇവ നോക്കി കന്യയെ
കൊടുത്തേ സുഖമെത്തിടൂ. ചിന്തിക്ക ധർമ്മവും രാജ്യനീതിയും വേണ്ട മട്ടു നീ യഥായോഗ്യം ചെയ്ക, പിന്നെ കാര്യം മറ്റൊന്നുമോർക്കല. നീ എനിക്കേറ്റവും ബന്ധുവാകയാൽ ഹിതമോതി ഞാൻ സദസ്സിലേക്കാനയിക്ക തോഴിമാരൊത്തു പുത്രിയെ. സുദർശനനെ വിട്ടാരെ വരിക്കലുമില്ലമേ, തർക്കമേതും നടക്കട്ടെ വിവാഹം തവ വാഞ്ച പോൽ. കുലം കൊണ്ടും ബലം കൊണ്ടും തുല്യന്മാർ മറ്റു മന്നവർ, വിരോധമെന്താ മട്ടുള്ളോരാരെ തന്നെ വരിക്കലും. അല്ലാഞ്ഞാലിപ്പെൺമഷിയെ ഹരിപ്പൻ ശക്തി കൊണ്ടു ഞാൻ പിണക്കത്തിനു നിൽക്കേണ്ട, പോയാലും നൃപസത്തമാ. വ്യാസൻ യുധാജിത്തിനാജ്ഞയേവം കേട്ടു ശോകം മുഴുത്തുടൻ സുബാഹു കൊട്ടാരത്തിൽ പോയി പത്നിയോടോതി വീർപ്പൊടും. ധർമ്മജ്ഞേ മകളോടോതു പോരിങ്ങാസന്നമായതായി, എനിക്കെന്തിഹ സാധ്യം ഞാൻ ത്വദധീനൻ സുലോചനേ. ഭർതൃവാക്യം കേട്ടു ചൊന്നാൾ സുതാന്തികമണഞ്ഞവൾ, കുഞ്ഞേ നിന്നച്ഛനാം ഭൂപൻ പാരം കേഴുന്നിതെപ്പൊഴും. നീ നിമിത്തം നൃപന്മാർ തൻ കലഹം സംഭവിക്കയായി, സുദർശനെ വിട്ടന്യ നൃപനെ സ്വീകരിക്ക നീ. വത്സേ നീ അവനെ തന്നെ ശാഠ്യം കൊണ്ടുവരിക്കുകിൽ, യുധാജിത്താശു കൊന്നിടും എന്നെയും നിന്നെയും ബലാൽ. നിൻ കാമുകനെയും കൊല്ലുമാ പ്രതാപിബലോദ്ധതൻ, പോരുണ്ടായാൽ പിന്നെ വരിക്കേണ്ടിയും വരുമന്യനെ. അതിനാലന്യഭൂപാലോത്തംസത്തെ സ്വീകരിക്ക നീ, സുഖം നിന്റെയും എന്റെയും കാക്ഷിക്കുന്നെങ്കിൽ മാൻമിഴി. അമ്മ തന്നുപദേശത്തെ തുടർന്നച്ഛനുമോദിനാൻ, എന്നിട്ടുമേതും ഭയമില്ലാതെ ചൊന്നിതു കന്യയാൾ. ഭവാനോദിയതോ സത്യം, അങ്ങുന്നറിയുമെൻ വ്രതം. സുദർശനെ വിട്ടന്യൻ തന്നെ ഞാൻ സ്വീകരിച്ചിടാം. ഭീരുത്വത്താൽ നൃപന്മാരെ നീ പേടിക്കുന്നുവെങ്കിലോ, സുദർശനന്നേകി എന്നെ വീട്ടിൻ വെളിയിലാക്കുക. അവനെന്നെ തേരിലേറ്റി പുരം വിട്ടുഗമിച്ചിടും, വരുന്നതു വരും പിന്നെ വരാമറ്റേതു മട്ടിലും. വരുന്നതെപ്പറ്റിയേതും ചിന്ത വേണ്ട നൃപോത്തമ, വരാതിരിക്കില്ല വരാനുള്ളതേതു വിധത്തിലും. രാജാവ് ബുദ്ധിയുള്ളോർ സാഹസത്തെ ചെയ്യാൻ പാടില്ലൊരിക്കലും, ആകാവെറുപ്പു പലരോടെന്നു വേദജ്ഞർ തന്മതം. രാജപുത്രന്നേകി ഉപേക്ഷിപ്പതെങ്ങിനെ പുത്രിയെ, എന്തെന്തു ചെയ്യില്ല വൈരം പൂണ്ടു രാജാക്കൾ പിന്നെയും. കുഞ്ഞേ നിനക്കിഷ്ടമെങ്കിൽ പന്തയം നിശ്ചയിക്കുവൻ, സീതാസ്വയംവരത്തിനു ശൈവമായ ധനുസ്സിനെ. പണ്ടജ്ജനകരാജാവു പന്തയം വെച്ച മാതിരി, നിശ്ചയിക്കാമിങ്ങു ഞാനും നിബന്ധനകൾ വല്ലതും. ഈ മട്ടൊതുക്കിക്കളയാം ഭൂപന്മാർ തൻ വിവാദവും, ബലിഷ്ഠനായി നാം കൽപ്പിക്കും വ്യവസ്ഥ നിറവേറ്റുവോൻ. വരിച്ചോട്ടെ മറ്റൊരാളോ സുദർശനകുമാരനോ, വ്യവസ്ഥയൊന്നു വെച്ചെന്നാൽ തർക്കമില്ലാതെ വന്നിടും. അലട്ടില്ലാതെനിക്കേവം നടത്താം നിൻ വിവാഹവും. കന്യ സന്ദേഹമില്ലെനിക്കേതും ഇതു മൂഢത്വമാകയാൽ, മറിച്ചാകാവരിച്ചേൻ ഞാൻ സുദർശനനെ മുമ്പുതാൻ. പുണ്യപാപങ്ങൾ തൻ ഹേതു മനസ്സാണാ മനസ്സിനാൽ, വരിച്ചോനെ വെടിഞ്ഞന്യൻ തന്നെയോർപ്പതുമെങ്ങനെ. വ്യവസ്ഥയൊന്നു വെച്ചൊന്നാൽ
ഏവർക്കും കീഴിലായി ഞാൻ. ഒരുത്തനോ രണ്ടുപേരോ പലരോ നിറവേറ്റുകിൽ തർക്കം വീണ്ടും സംഭവിക്കും, അപ്പോൾ ചെയ്യേണ്ടതെന്തുവാൻ? സംശയാസ്പദമാം കാര്യത്തിനു ഞാൻ മുതിരാദൃഢം, വിവാഹം വിധി പോൽ ചെയ്തു സുദർശന നൃപന്നു നീ. ചിന്തയെന്നെ നൽകിയാലും ശുഭം ചണ്ഡികയേകിടും, ആരെ ഭജിച്ചു കീർത്തിച്ചാൽ ദുഃഖമെല്ലാം നശിക്കുമോ? അപ്പരാശക്തിയെ തന്നെ നന്ദികൃത്യം നടത്തുക, നൃപന്മാരെ സമീപിച്ചു തൊഴുദേവമുണർത്തുക. നാളെ സ്വയംവരത്തിനു വന്നു ചേരുവിനേവരും എന്നോതി ഇന്നു വിട്ടാലും നൃപസംഘത്തെ ഭൂപതേ. പിന്നെ വേദോക്തി പോൽ രാവിൽ നടത്തുക വിവാഹവും, യഥാർഹ സമ്മാനമേകി പിന്നെ വിട്ടാലുമെങ്ങളെ. എന്നെയും കൊണ്ടുപൊയ്ക്കൊള്ളും ധ്രുവസന്ധി നൃപാത്മജൻ, ഒരു വേള നൃപാലന്മാർ ചൊടിച്ചടർ നടത്തുകിൽ സിദ്ധിക്കും താത ഞങ്ങൾക്കു നൂനം ദേവീ സഹായവും. അഥവാ രാജപുത്രന്മാരൊത്തു ചെയ്വൊരു പോരതിൽ അവൻ മരിച്ചെന്നു വന്നാൽ ഞാനുമൊപ്പം മരിക്കുവൻ. സസൈന്യമെന്നെയും നൽകി വാഴ്ക നീ, നന്മ വന്നിടും സുഖേച്ഛയാൽ ഞാൻ അവനൊത്തേകയായി താൻ ഗമിക്കുവൻ. വ്യാസൻ മകൾ ചൊന്നുള്ളൊരീ വാക്കിൽ വിശ്വാസം പൂണ്ടു മന്നവൻ, ഉൾക്കൊരുന്നിലുറപ്പിച്ചിതവണ്ണം തന്നെ ചെയ്യുവാൻ. 21-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ മാത്രേ നമഃ.